ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസിലെ എക്സർസൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1ലെ 5th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. ആദ്യം നമ്മൾ സീറോസ് കണ്ടുപിടിക്കണം, പിന്നെ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കുക, ഈക്വൽ ആണെങ്കിൽ വെരിഫൈ ചെയ്യാമെന്ന് പറയാം അല്ലേ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, t² - 15 ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലേ. അപ്പം നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്തു അല്ലേ. ഇവിടെ അത് വെച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം അതുകൊണ്ട് നോക്കിയേ, ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷന്റെ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പൊ നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് a² - b² = a + b × a - b. ഈ ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് നോക്കാം അല്ലേ. അപ്പൊ t² - 15 എന്ന് കൊടുക്കാം a² - b² പകരം. അപ്പൊ a² = t² ആണെങ്കിൽ which implies a = നമുക്ക് എന്തെന്ന് എഴുതാം? t എന്ന് എഴുതാം. ഓക്കെ. ഇനി b² = 15 ആണെങ്കിൽ b = നമുക്ക് എന്തെഴുതാം? √15. അപ്പൊ നമുക്ക് t² - 15 എങ്ങനെ മാറ്റി എഴുതാം? a + b × a - b ഫോമിൽ എഴുതാം അല്ലേ. അപ്പൊ നമ്മൾ a എന്താണ്? t, ഇവിടെ പ്ലസ് b ആണ്, പ്ലസ് എന്ത് വരും? √15 ഇൻറ്റു എന്തെഴുതാം? t - √15. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ t + √15 and t - √15 are the factors of the polynomial. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്ക് സീറോസ് കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെ? t + √15 = 0 or t - √15 = 0. ഇവിടുന്ന് നമുക്ക് t കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കാം? -√15. ഇവിടെ t = √15. അപ്പൊ നമുക്ക് എന്തെഴുതാം? t = -√15 and √15 are the zeros of the polynomial. സീറോസ് കിട്ടി അല്ലേ. ഇനിയും സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എന്ത് എഴുതണം? ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ zeros of the polynomial then നമുക്ക് എന്തെഴുതാം? ആൽഫ = -√15, ബീറ്റ = √15. നമ്മുടെ പോളിനോമിയൽ എങ്ങനെയായിരുന്നു? t² - 15. a = എന്താ? 1, b = 0. ടിയുടെ കോഎഫിഷ്യന്റ് ഇല്ല അല്ലേ. ടി എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. അപ്പൊ ടി നമുക്ക് 0 ആയിട്ട് വരാം. അപ്പൊ അത് ബി ആണ് എടുക്കുന്നത് അല്ലേ. ഇനി c = എന്ത് വരും? -15. ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം അല്ലേ. സം ഓഫ് സീറോസ് = ആൽഫ + ബീറ്റ = നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? -b/a. ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ √15 - √15 + √15 എന്ത് വരും? -b എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ a എന്താ? 1. ഇവിടെ +√15 -√15 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0, വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? LHS = RHS അല്ലേ. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം അല്ലേ. പ്രോഡക്റ്റ് ഓഫ് സീറോസ് =
ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. അപ്പം ആൽഫ ബീറ്റ എന്താണ്? -√15 ഇൻറ്റു √15 ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താ? -15. എ എന്ന് പറഞ്ഞാൽ 1. ഇനി √15 ഇൻറ്റു √15 എന്താ നമുക്ക് പറയാം? 50. പിന്നെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പം -15/1 50, which implies LHS equal to RHS. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് ഓഫ് സീറോസും സം ഓഫ് സീറോസും നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടും അല്ലാതെ വെച്ച് ചെയ്തിട്ടും എന്താണ്? നമുക്ക് സെയിം കിട്ടി. അപ്പം നമുക്ക് എന്താ എഴുതാം? ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. 3x² - x - 4. ഇവയുടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സീറോസ് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ടേമും കോഎഫിഷ്യന്റ് ഓഫ് x² കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? -4 × 3 = -12. പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടണം? -12 കിട്ടണം അല്ലേ? ഇനി സം എന്ത് കിട്ടണം? -1 കിട്ടണം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഏതോ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12, ഏതോ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? -1 വരണം. ഓക്കെ, അപ്പം നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഉള്ള നമ്പേഴ്സാണ് നോക്കണ്ടേ അല്ലേ? അപ്പം 12 പ്രോഡക്റ്റ് വരുന്ന നമ്പേഴ്സ് ഏതാണെന്ന് നോക്കുക. 1 × 12 വരും, പിന്നെന്ത് വരും? 2 × 6 വരും, പിന്നെ 3 × 4 വരും അല്ലേ? 12 വരുന്ന നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ ഇനി നമുക്ക് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സം എന്താ കിട്ടണ്ടേ? 1 ആണ് കിട്ടണ്ടേ? 1x ആണ് കിട്ടേണ്ടത്. അപ്പം 12 ആഡ് ചെയ്താൽ വരത്തില്ല. 2 × 6 ആഡ് ചെയ്താൽ വരുമോ? ഇല്ല. 6 × 2 8 ആയി പോകും. കുറച്ച് വരുവാണെങ്കിലും 6ൽ നിന്ന് 2 പോയാൽ 4 വരും. അപ്പം ഇതും വരത്തില്ല അല്ലേ? ഇനി 3 × 4 ആഡ് ചെയ്താൽ 7 വരും. കുറച്ച് കഴിഞ്ഞാൽ 1 വരും അല്ലേ? അപ്പം നമുക്ക് -1 ആണ് വരണ്ടേ. -1 വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? 3 + -4 എടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -1 വരും അല്ലേ? അപ്പോൾ അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ എങ്ങനെയാണ്? ഏതോ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ്. 3 × -4 ചെയ്യുമ്പോൾ -12. ഇവിടെ എന്താണ്? 3 × -4 ആഡ് ചെയ്യുക അല്ലേ? ഒരു എക്സ് വേണം. അപ്പോൾ 3x - 4x. ഇനി നമ്മുടെ ഈ -xന് പകരം നമ്മൾ ഇത് കൊടുക്കും അല്ലേ? അപ്പോൾ എന്ത് വരും? 3x² - x - 4 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3x² + 3x - 4x - 4 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ രണ്ട് ടേമിനെ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കും. 3 × x × x, ഇവിടെ 3 × x. കോമൺ ആയിട്ട് രണ്ടിടത്തും എന്തുണ്ട്? 3x ഉണ്ട്. ബാലൻസ് ഇവിടെ എന്തുണ്ട്? ഒരു x. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ +1. ഇനി രണ്ടാമത്തെ ടേം ചെയ്യാൻ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ? ഇവിടെ സൈൻ ഇപ്പോൾ കൊടുക്കണ്ട. നമ്മൾ 4 കോമൺ എടുക്കുന്നു. ഇവിടെ എന്താ? ബ്രാക്കറ്റിൽ ഇവിടെ x+1 ആണുള്ളത്. ഇവിടെ അത് തന്നെ കൊടുക്കുക. എന്നിട്ടിനി മൈനസൊന്നും പ്ലസ്സോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്? മൈനസ് ആണ് വരുന്നത്. ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. -4 × x - 4x കിട്ടി. -4 × 1 = -4 കിട്ടിയല്ലോ. അപ്പം ശരിയാണല്ലോ. ഇനി ഈ രണ്ട് ടേമിൻ്റെ എന്താണ്? രണ്ടിടത്തും x+1 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പം നമുക്ക് അത് കോമൺ ആയിട്ട് എടുക്കാം. x+1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ ബാക്കി എന്തുണ്ട്? 3x. ഇവിടെ എന്തുണ്ട്? 4. ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് അല്ലേ? ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ. ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സീറോസ് കണ്ടുപിടിക്കാം അല്ലേ? ഇതിനെ എന്ത് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. x+1 = 0 or 3x - 4 = 0.
എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഈ പ്ലസ് 1നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം -1. ഇവിടെ എന്ത് വരും? 3x ഈക്വൽ ടു ഈ -4 ഇപ്പുറത്ത് പോകുമ്പോൾ 4x ഈക്വൽ ടു 4/3. അപ്പം നമുക്ക് സീറോസ് കിട്ടിയല്ലോ. എക്സ് ഈക്വൽ ടു -1 ആൻഡ് 4/3 ആർ ദ zeros of the polynomial. ഓക്കെ, സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? -1, ബീറ്റ ഈക്വൽ ടു 4/3. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 3x² - x - 4 അല്ലേ? a ഈസ് ഈക്വൽ ടു 3, b ഈസ് ഈക്വൽ ടു -1, c ഈസ് ഈക്വൽ ടു -4. ഇനി സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെയായിരുന്നു? -b/a. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -1 + 4/3 ഈക്വൽ ടു -b/a എന്ന് പറഞ്ഞാൽ -1/3 അല്ലേ? ഇവിടെ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? -3 + 4 എന്ത് വരും? 1 അല്ലേ? 1/3 ഈക്വൽ ടു ഇവിടെ -1/3 അതെന്ത് കിട്ടും? 1/3 വിച്ച് ഇംപ്ലൈസ് LHS ഈക്വൽ ടു RHS എന്ന് കിട്ടും. ക്ലിയർ? ഇനി എന്ത് കണ്ടുപിടിക്കണം? പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഈക്വൽ ടു എന്ത് വരും? c/a. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? -1 × 4/3 ഈക്വൽ ടു c എത്ര? -4 ഡിവൈഡഡ് ബൈ a എന്താ? 3. ഇവിടെ -1 × 4 എന്ത് വരും? -4/3 ഈക്വൽ ടു -4/3. അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? LHS ഈക്വൽ ടു RHS. ഓക്കെ, അപ്പോൾ ഹെൻസ് നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് വെരിഫൈഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സർസൈസ് 2.ലെ ക്വസ്റ്റ്യൻ നമ്പർ 1ലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.